ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഓർഡിനൻസ് നിയമവകുപ്പിന്റെ അംഗീകാരം നേടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന് ശേഷം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് പരിഗണിക്കും. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമായിരിക്കും. 7 മുതൽ 10 വർഷം വരെ ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനു പുറമെ കനത്ത പിഴയും ചുമത്തും. കേസുകളിൽ വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക കോടതി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? യോഗമായിരിക്കും ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഓർഡിനൻസിന്റെ അംഗീകാരം നൽകുക. അങ്ങനെ ഈ ഓർഡിനൻസിന്റെ അംഗീകാരമായി കഴിഞ്ഞാൽ ഇതിന്റെ നിയമം എന്ന് പ്രാബല്യത്തിലാകും എന്നുള്ള കാര്യം പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും വലിയ ബൃഹത്തായ ഒരു ഓർഡിനൻസ് ആണ് നിയമവകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് നിയമവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2012 അന്നത്തെ UDF സർക്കാർ ആശുപത്രിക്കും ആശുപത്രി ജീവനക്കാർക്കും സംരക്ഷണം നൽകുന്ന തരത്തിൽ ഒരു ഓർഡിനൻസ് ഒരു നിയമം കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ബൃഹത്തായ ഓർഡിനൻസിന് വേണ്ടി സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇതിനകത്ത് വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നത തലത്തിൽ യോഗം ചേർന്നതിന് ശേഷമാണ് ഒരു ഓർഡിനൻസിന് രൂപം നൽകിയിരിക്കുന്നത്. ഈ ഓർഡിനൻസ് അനുസരിച്ച് കനത്ത ശിക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു ഓർഡിനൻസ് ആയിരിക്കും. അത് മാത്രമല്ല, ഇതിന്റെ പരിരക്ഷ കിട്ടുന്ന വിഭാഗങ്ങളുടെ എണ്ണത്തിനും വർധനയുണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർക്കും നഴ്സിനുമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മാറിയിരിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, ഒപ്പം പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, മിനിസ്ട്രിയൽ സ്റ്റാഫുകൾ, സുരക്ഷാ ജീവനക്കാർ, ഇത്തരം ആളുകൾക്കെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ബൃഹത്തായ ഓർഡിനൻസിനാണ് സർക്കാർ രൂപം നൽകി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആശുപത്രിക്ക് നേരെ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആക്രമിക്കുന്ന ആളിൽ നിന്നും ഇരട്ടി തുക പിഴയായി സ്വീകരിക്കുന്നതിനെ കുറിച്ചും ഓർഡിനൻസിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ പിഴ നൽകാതെ വരികയാണെങ്കിൽ വീണ്ടും റവന്യൂ റിക്കവറിയിലൂടെ പിഴത്തുക കണ്ടെത്താം. അങ്ങനെ വളരെ വിശാലമായ, വളരെയധികം നിയമ സംഹിതകൾ അടങ്ങിയിട്ടുള്ള ബൃഹത്തായ ഒരു ഓർഡിനൻസിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇത് നാളെ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി വരും. മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് നിയമപ്രാബല്യമാക്കുകയാണ്. അത്തരത്തിൽ നിയമപ്രാബല്യമാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ചർച്ച വേണം എന്നൊരാവശ്യം ഇപ്പോൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ജസ്റ്റിസ് ഫോർ വന്ദന എന്ന പേരിൽ ഒരു ഉപവാസം നടന്നു വരികയാണ്. അവിടെ VM സുധീരൻ, മുൻ KPC പ്രസിഡന്റ് VM സുധീരൻ ഉന്നയിച്ചത്, ഈ ഓർഡിനൻസ് വരുന്നതിന് മുമ്പ് മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘടനകളുമായും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെ തന്നെ ഒരു വലിയ ചർച്ച നടത്തണം. ആ ചർച്ചയിൽ ഇവർക്ക് പറയാനുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തണം. ഒപ്പം നിയമസഭയിലും ഓർഡിനൻസ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച വേണം. അതിനുശേഷം ഇത് നിയമമാക്കാവൂ എന്ന ഒരു ആശയം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാർക്കുമെതിരെ ആക്രമണങ്ങൾ ഇനി വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ഓർഡിനൻസ് എത്രയും വേഗത്തിൽ പ്രാബല്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് അംഗീകാരം കിട്ടാനാണ് സാധ്യത. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഓർഡിനൻസിന് നിയമവകുപ്പിന്റെ അംഗീകാരം. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന് ശേഷം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് പരിഗണിക്കും. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമായിരിക്കും. 7 മുതൽ 10 വർഷം വരെ ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനു പുറമെ കനത്ത പിഴയും ചുമത്തും. കേസുകളിൽ വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക കോടതി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.